ജാതകത്തിലെ കേന്ദ്രഭാവങ്ങളിലൊന്നാണല്ലോ 4-ാം സ്ഥാനം. ഇതിനെ മാതൃസ്ഥാനമെന്ന് പറയും. ഇത് മോക്ഷത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ 4, 8, 12 അതിലൊന്നാണ് ഇത്. അല്ലെങ്കിൽ സ്പിരിച്വൽ ത്രികോണമെന്നും പറയും. 4-ാം ഭാവത്തിനെ മാതൃസ്ഥാനം, ബന്ധുസ്ഥാനം, ഗൃഹസ്ഥാനം, നമ്മുടെ മൂലസ്ഥാനം എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷം, നമ്മൾക്കൊരു സെക്യൂരിറ്റിയൊക്കെ തോന്നില്ലേ, അങ്ങനെയുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇതെല്ലാം നിർണ്ണയിക്കുന്നത് 4-ാം സ്ഥാനത്തിന് വളരെയധികം പങ്കുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, അമ്മയുടെ സ്ഥാനത്തുള്ള എല്ലാവരും, വല്യമ്മ അങ്ങനെയൊക്കെ ഇല്ലേ, അവരെ, പിന്നാണെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ പൈതൃകം, നമ്മളുടെ ഈ കുടുംബപരമായിട്ട് നമുക്ക് കിട്ടിയ ആസ്തികളൊക്കെ ഇല്ലേ, അതേ വസ്തുവകകളെ, വാഹനങ്ങളെ, ഗൃഹോപകരണങ്ങളെ, നമ്മുടെ സുഖസൗകര്യങ്ങളെല്ലാം തന്നെ, നമ്മുടെ പാചകം, വിദ്യ, ഇതെല്ലാം 4-ാം സ്ഥാനം കൊണ്ടാണ് നിർണ്ണയിക്കുന്നത്. നമ്മുടെ സന്തോഷം, നമ്മുടെ ഉയർച്ച, നിധി, പുണ്യസ്ഥലങ്ങൾ, ഇവന് നാൽക്കാലികൾ, നമ്മുടെ സ്വഭാവ ഗുണം, പ്രശസ്തി, ഇവയും നമ്മൾ 4-ാം സ്ഥാനം കൊണ്ട് ചിന്തിക്കാറുണ്ട്. നമ്മുടെ അമ്മയുമായിട്ടുള്ള നമുക്കുള്ള ബന്ധം, നമ്മുടെ അമ്മയുടെ ആരോഗ്യം, ഇവയെല്ലാം നമ്മൾ 4-ാം സ്ഥാനം വെച്ചാണ് നോക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് നമുക്കുള്ള ബന്ധങ്ങൾ, ഈവൻ നമ്മുടെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളെ അവയുമായിട്ടുള്ള ബന്ധങ്ങൾ, നമ്മുടെ അല്ലാതെ നമ്മൾക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് വഴി അങ്ങനെയുള്ള ബന്ധങ്ങൾ എല്ലാം നമ്മൾ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാഹനങ്ങളുമായി ബന്ധപ്പെട്ടവ, നമുക്ക് എന്തെല്ലാം ആസ്തികൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ഗൃഹോപകരണങ്ങളുണ്ട്, ഇതെല്ലാം 4-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഭൂമിക്കടിയിലുള്ള എല്ലാ സാധനങ്ങളും, അതായത് ക്രൂഡ് ഓയിൽ, പിന്നെ നമ്മുടെ മറ്റ് നാച്ചുറൽ ഗ്യാസ് അങ്ങനെയൊക്കെയല്ലേ, പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കത്തില്ലേ, അതൊക്കെ, പിന്നെ കൺസ്ട്രക്ഷൻ, ഇതെല്ലാം 4-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അമ്മയുമായിട്ട് നമുക്കുള്ള ബന്ധം, അതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ നോക്കാൻ എങ്ങനെയുള്ള കഴിവുണ്ട്, അങ്ങനെയൊക്കെയുള്ള കഴിവുകളൊക്കെ ഇല്ലേ, അതെ. പിന്നെ നമ്മുടെ ബുദ്ധി, നമ്മുടെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള ആ ബന്ധുക്കളെ, നമ്മുടെ വീട്, പിന്നെ നമ്മുടെ സന്തോഷം, ഇതെല്ലാം. ചിലർ നമ്മുടെ പങ്കാളിയുടെ ആ ജോലി എന്തായിരിക്കും എന്നുള്ളതും, പിന്നെ ഇതിനെ ബന്ധുഭാവമെന്നും വിദ്യാഭാവമെന്നും സുഖഭാവമെന്നും വിളിക്കാറില്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിജയം, നമ്മുടെ കഴിവുകളെ, പിന്നെ ധനം, വീട്, വാഹനങ്ങളെ, അമ്മയുമായി സംബന്ധിപ്പിച്ചതെല്ലാം തന്നെ, അതായത് ആരോഗ്യവും എങ്ങനെയുള്ള ആ സ്വഭാവമായിരിക്കും, ആ സൊസൈറ്റിയിൽ അങ്ങനെ ആ അമ്മയ്ക്കുള്ള ആ സ്ഥാനം, ഇതെല്ലാം ഈ 4-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് നമ്മുടെ മാനസികാരോഗ്യം, നമ്മുടെ മെമ്മറി പവർ എത്രയായിരിക്കും, ഓർമ്മശക്തി, ഇതെല്ലാം. പിന്നെ അറിവ്, നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ ഇല്ലേ, അത് കുടുംബപരമായിട്ടുള്ള വേരുകൾ എന്നൊക്കെ പറഞ്ഞ പൈതൃകമില്ലേ, അത് നമ്മുടെ വ്യക്തി ജീവിതം, ഇതെല്ലാം 4-ാം ഭാവം കൊണ്ടും 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ കൊണ്ടുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം വരികയാണെങ്കിൽ നമുക്ക് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവുകയില്ല, നമ്മുടെ അമ്മയിൽ നിന്ന് നമുക്ക് സുഖങ്ങളൊന്നും കിട്ടുകയില്ല, അതുപോലെ നമുക്ക് വസ്തുവകകളോ വാഹനങ്ങളോ ഒന്നും ഒക്കെ ഉണ്ടാകാൻ വളരെയധികം പ്രയാസമായിരിക്കും. നമ്മുടെ സഹോദരങ്ങളുടെ ധനം, അതായത് 3-ൽ നിന്നും 2-ാം ഭാവം ആയതുകൊണ്ട് അവരുടെ ജോലി, അപ്പോൾ നമ്മുടെ പങ്കാളിയുടെ ജോലി എന്തായിരിക്കും, ഇതും നമുക്ക് ഈ ഭാവം കൊണ്ട് ചിന്തിക്കാം. നമുക്ക് പൈതൃകമായി കിട്ടുന്ന വസ്തുവകളെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സമ്പാദിക്കുന്നത്, നമ്മൾക്ക് മറ്റുള്ളവരോട് എത്രത്തോളം ഇത് ലോയൽറ്റിയൊക്കെ കാണും, അങ്ങനെയുള്ളത്, നമ്മുടെ സമൂഹത്തിൽ നമുക്കുള്ള സ്ഥാനം, ബഹുമാന്യത, നമ്മുടെ കൂട്ടുകെട്ടുകളെ, പിന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള സ്ഥിതി, നമുക്ക് ജന്മനാട്ടിൽ കഴിയാൻ സാധിക്കുമോ, അതോ അതിൽ നിന്നും അകന്നു പോകണമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബിസിനസ് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ബുദ്ധി, രഹസ്യ ബന്ധങ്ങൾ, അങ്ങനെയൊക്കെ സീക്രട്ട് തിങ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ, ഇതെല്ലാം നമ്മൾ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ശരീരഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്വാസകോശങ്ങൾ, നെഞ്ചിൻ്റെ ഭാഗം, ഇതെല്ലാം 4-ാം ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടുതലും റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ പ്രോപ്പർട്ടി, ഇങ്ങനെ ലാൻഡ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരൊക്കെ ഇല്ലയോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതലും 4-ാം ഭാവം വെച്ചാണ് ചിന്തിക്കേണ്ടത്. കുട്ടിക്കാലത്ത് നമുക്ക് പോഷകാഹാരങ്ങളൊക്കെ കിട്ടുമോ, അങ്ങനെ നമുക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം, ഇതും ചിന്തിക്കണം.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയെങ്കിലും നമ്മൾ നോക്കിയിരിക്കണം. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കേതു പോലുള്ളൊക്കെ ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ 4-ാം ഭാവാധിപതി 6, 8, 12 ഇവയിലൊക്കെ പോയി മറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് വീടൊക്കെ ഉണ്ടാകാനുള്ള പ്രയാസങ്ങളുണ്ടാവും. അതായത് അങ്ങനെയുള്ള സുഖ സൗകര്യങ്ങളൊന്നും കിട്ടുകയില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ജാതകമാണെങ്കിൽ ഇതിൽ 4-ാം ഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത്, എന്നിട്ട് 4-ാം ഭാവാധിപതി 6-ൽ പോയി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീടൊക്കെ ഉണ്ടാകാൻ വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും. അതുകൊണ്ട് ഈ കാണുന്ന ജാതകത്തിലാണെങ്കിൽ 4-ാം ഭാവാധിപതി 12-ൽ പോയി മറഞ്ഞു. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വാഹനയോഗമൊക്കെ കുറവായിരിക്കും. അത് ഗ്രഹങ്ങളുടെ ബലവും കൂടി നമ്മൾ നോക്കണം. പല കാര്യങ്ങളും നോക്കിയിട്ട് വേണം. പിന്നെ നവാംശത്തിൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം കൂടി നമ്മൾ നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. എങ്കിലും 4-ാം ഭാവം വെച്ചാണ് നമ്മൾ വാഹനങ്ങളെ, വീടൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ 4-ാം ഭാവം നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഓം നമഃ ശിവായ.